നമസ്കാരം. അമേരിക്കൻ സൈനിക വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമപാത ഉപയോഗിക്കുന്നതിന് വിലക്കുമായി സ്വിറ്റ്സർലൻഡ് രംഗത്തെത്തിയിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ആകാശ പരിധിയിൽ സ്വിറ്റ്സർലൻഡ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് യുഎസിന്റെ സൈനിക വിമാനങ്ങൾക്കാണ് ആകാശപാതയിൽ വിലക്ക് ഏർപ്പെടുത്തിയത്. സ്വിറ്റ്സർലൻഡിന്റെ നിഷ്പക്ഷതയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വിലക്ക് എന്നാണ് സ്വിസ് ഭരണകൂടം വ്യക്തമാക്കിയത്. ഞായറാഴ്ച 2 യുഎസ് സൈനിക വിമാനങ്ങൾക്ക് രാജ്യം അനുമതി നിഷേധിക്കുകയും എന്നാൽ 2 യാത്രാ വിമാനങ്ങൾ ഉൾപ്പെടെ 3 യുഎസ് വിമാനങ്ങൾക്ക് അനുമതി നൽകുകയും ചെയ്തു. അതായത് സ്വിസ് ഭരണകൂടം അമേരിക്കയുടെ സൈനിക വിമാനങ്ങളുടെ അഭ്യർത്ഥനകൾ സ്വിസ് ഭരണകൂടം ചർച്ച ചെയ്തിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കപ്പെട്ട 2 അഭ്യർത്ഥനകൾ രാജ്യത്തിന്റെ നിഷ്പക്ഷതയുടെ നിയമം ചൂണ്ടിക്കാട്ടി ഫെഡറൽ കൗൺസിൽ നിരസിക്കുകയായിരുന്നു. ഇക്കാര്യം സ്വിസ് ഭരണകൂടം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമായി പറയുന്നുണ്ട്. അതേസമയം 2 യാത്രാ വിമാനങ്ങൾക്കും ഒരു മെയിന്റനൻസ് വിമാനത്തിനും അനുമതി നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അതായത് സർക്കാർ പറയുന്നുണ്ട്. അതേസമയം പശ്ചിമേഷ്യൻ യുദ്ധത്തിലേക്ക് ലോക രാജ്യങ്ങളെ കൂടി വലിച്ചിഴയ്ക്കാനുള്ള നീക്കമാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത്. ഹോർമുസ് കടലിടുക്ക് ഏതു വിധേനയും തുറക്കുമെന്നും അതിനായി ചൈന, ഫ്രാൻസ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, UK എന്നിവർ കപ്പലുകളെയും അയക്കുമെന്നാണ് പ്രതീക്ഷ എന്നായിരുന്നു ട്രംപ് പങ്കുവച്ചത്. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ ഇറാൻ ശ്രമിച്ചതിനെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്ന പല രാജ്യങ്ങളും, അതായത് പ്രത്യേകിച്ച് അമേരിക്കയുമായി ചേർന്ന് കടലിടുക്ക് തുറക്കുവാനും സുരക്ഷിതവുമായി നിലനിർത്താൻ യുദ്ധക്കപ്പലുകളെ അയക്കും. ഇറാന്റെ സൈനിക ശേഷിയുടെ 100% നമ്മൾ ഇതിനകം തന്നെ നശിപ്പിച്ചു കഴിഞ്ഞു എന്നും, പക്ഷെ അവർക്ക് 1-2 ഡ്രോണുകൾ അയക്കാനോ ഒരു മൈൻ ഇടാനോ അല്ലെങ്കിൽ ഈ ജലപാതയിൽ ഒരു ക്ലോസ് റേഞ്ച് മിസൈൽ എത്തിക്കുവാനോ വളരെ എളുപ്പമാണ് എന്ന കാര്യം ട്രംപിന് വ്യക്തമായി അറിയാം. അതുകൊണ്ടാണ് ചൈന, ഫ്രാൻസ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, UK എന്നിവർ കടലിടുക്ക് തുറക്കാനായി കപ്പലുകൾ അയക്കുമെന്ന പ്രതീക്ഷ ട്രംപ് പങ്കുവെക്കുന്നത്. എന്തായാലും അമേരിക്ക തീരപ്രദേശത്ത് ബോംബാക്രമണം നടത്തും, ഇറാനിയൻ ബോട്ടുകളെയും കപ്പലുകളെയും തുടർച്ചയായി വെടിവെക്കുകയും ചെയ്യും. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക്, അതായത് നമുക്ക് ഉടൻ തന്നെ ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്നതും സുരക്ഷിതവും സ്വതന്ത്രവുമാക്കാൻ കഴിയുമെന്നതാണ് ട്രംപിന്റെ വാദം. എന്നാൽ ഈ രാജ്യങ്ങൾ എന്നും, അതായത് ഈ ട്രംപിന്റെ ഈ പരാമർശത്തോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഫെബ്രുവരി 28-ന് തുടങ്ങിയ ആക്രമണം 16 ദിവസം പിന്നിടുകയാണ്. ഇതിനിടയിലും യുദ്ധം നിർത്തുന്നതിനായി ഇറാൻ തങ്ങളെ സമീപിച്ചു എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം നിഷ്കരണം ഇറാൻ പരമോന്നത നേതാവിന്റെ ഇന്ത്യയിലെ പ്രതിനിധി അബ്ദുൾ മജീദ് ഹക്കീം ഇലാഹി തള്ളിക്കളയുകയാണ്. അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകൾക്കും ഇറാൻ ഇന്നുവരെയും തയ്യാറല്ല എന്നും, വേണ്ടി വന്നാൽ 5 വർഷം കൂടി ഈ യുദ്ധം കൊണ്ടുപോകാൻ സജ്ജമാണ്, അതായത് രാജ്യം സജ്ജമാണ് എന്ന നയവും കൂടി അവർ വ്യക്തമാക്കിയിരിക്കുകയാണ്.